ഹോസേയുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പുരോഹിതന്മാരെ കേൾക്കുക, ഇസ്രായേൽ ഭവനമേ ശ്രദ്ധിക്കുക, രാജകുടുംബമേ ശ്രവിക്കുക. നിങ്ങളുടെ മേൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. നിങ്ങൾ മിസ്പായിൽ ഒരു കെണിയും താബോറിൽ വിരിച്ച വലയുമായിരുന്നു. ഷിത്തീമിൽ അവർ ആഴമേറിയ കുഴി കുഴിച്ചു. അവരെ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കും. എഫ്രായിമിനെ എനിക്കറിയാം, ഇസ്രായേൽ എന്നിൽ നിന്ന് മറഞ്ഞ് ഇരിക്കുന്നത്. എഫ്രായിം, നീ പരസംഗം ചെയ്തു. ഇസ്രായേൽ മലിനമാണ്. തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. എഫ്രായിം തന്റെ തിന്മയിൽ തട്ടി വീഴും. യൂദയായും അവരോടൊപ്പം കാലിടറി വീഴും. തങ്ങളുടെ ആട്ടിൻപറ്റങ്ങളും ആലിക്കുട്ടികളുമായി അവർ കർത്താവിനെ അന്വേഷിച്ചു പോകും. എന്നാൽ അവർ അവിടുത്തെ കണ്ടെത്തുകയില്ല. അവിടുന്ന് അവരെ വിട്ടകന്നിരിക്കുന്നു. അവർ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു. അവർ ജാരസന്തതികളാണ് ജന്മം നൽകിയത്. അമാവാസി അവരെ അവരുടെ വയലുകളോടൊപ്പം വിഴുങ്ങും. ഗിബെയായിൽ കൊമ്പ് വിളിക്കുവിൻ, റാമായിൽ കാഹളം ഒടുക്കുവിൻ, ബെദാവനിൽ പോർവിളി നടത്തുവിൻ. ബെഞ്ചമിന് യുദ്ധത്തിന് പുറപ്പെടുക. ശിക്ഷയുടെ ദിവസം എഫ്രായിം വിജനമാക്കപ്പെടും. സുനിശ്ചിതമായ നാശമാണ് ഇസ്രായേൽ ഗോത്രങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുന്നത്. യൂദയുടെ നായകന്മാർ അതിർത്തിരേഖ മാറ്റുന്നവരെ പോലെ ആയിരിക്കുന്നു. എൻ്റെ ക്രോധം അവരുടെ മേൽ ഞാൻ വെള്ളം പോലെ ഒഴുകും. എഫ്രായിം മർദ്ദകനാണ്. അവൻ നീതിയെ ചവിട്ടി മെതിക്കുന്നു. മിഥ്യയെ പിന്തുടരാൻ അവൻ ഉറച്ചിരിക്കുന്നു. എഫ്രായിമിനെ ഞാൻ കീടം പോലെയാണ്, യൂദാ ഭവനത്തിന് വ്രണം പോലെയും. എഫ്രായിം തൻ്റെ രോഗവും യൂദാ തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രായിം അസീറിയയിലേക്ക് തിരിഞ്ഞ് മഹാരാജാവിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു. എന്നാൽ നിങ്ങളെ സുഖപ്പെടുത്താനോ നിങ്ങളുടെ മുറിവ് ഉണക്കാനോ അവന് സാധിക്കുകയില്ല. ഞാൻ എഫ്രായിമിന് ഒരു സിംഹത്തെ പോലെയും യൂദാ ഭവനത്തിന് ഒരു യുവസിംഹത്തെ പോലെയുമായിരിക്കും. ഞാൻ തന്നെ അവരെ ചീന്തിക്കളയും. ഞാൻ അവരെ ഉപേക്ഷിച്ചു പോകും. ഞാൻ അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോകും. ആർക്കും അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല. അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എൻ്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യഥയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും. ഹോസിയ 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളയും. അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ചു. അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നദ്ധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്ത വൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. എഫ്രായിം, ഞാൻ നിന്നോടൊത്ത് ചെയ്യും. യൂദാ, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞുപോകുന്ന മഞ്ഞുതുള്ളിയും പോലെയുമാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ വഴി അവരെ ഞാൻ വെട്ടിവീഴ്ത്തി. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു. എൻ്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എന്നാൽ ആദാമിൽ വെച്ച് അവർ ഉടമ്പടി ലംഘിച്ചു. അവിടെ വെച്ച് എന്നോട് അവർ അവിശ്വസ്തത കാണിച്ചു. ദുഷ്കർമ്മികളുടെ നഗരമാണ് ഗിലെയാദ്. അവിടെ രക്തം ഒഴുകിയ ചാലുകൾ കാണാം. പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ പുരോഹിതർ സംഘം ചേർന്നിരിക്കുന്നു. ഷെക്കേമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു. അതെ, അവർ ഹീനകൃത്യം ചെയ്യുന്നു. ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായ ഒരു കാര്യം കണ്ടു. എഫ്രായിമിൻ്റെ പരസംഗം അവിടെയാണ്. ഇസ്രായേൽ മലിനമായിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുമ്പോൾ യൂദാ, നിനക്കും ഞാൻ ഒരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട്.